ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു. 2018 ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ നിയോഗങ്ങളെല്ലാം എഴുതി സാധാരണ ചെയ്യുന്ന മാതിരിയൊക്കെ ചെയ്തു. ഇവിടെ വന്നിരുന്നു. ആദ്യത്തെ നിയോഗം തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ഫോൺ വിളിച്ചുകൊണ്ട് അത് നിവൃത്തിയാകുകയായിരുന്നു. കാരണം ഇനി ഞാൻ കട റൂമുകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവർ ഒഴിയാതെ വർഷങ്ങളായിട്ട് ശരിക്ക് വാടകയൊന്നും തരാതെ, അപ്പോൾ അവർ കേസ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് സൈലൻ്റായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ നിയോഗത്തിൽ ആദ്യമായിട്ട് ഇവിടെ വന്ന് തന്നെ വന്നതിന് ശേഷം ഇവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫോൺ വിളിച്ച് ആ വ്യക്തി, ഞങ്ങൾ റൂം ഒഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കീ വന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം മാതാവിൻ്റെ ഇവിടെ വന്ന് ഈ കൊച്ചു പള്ളിയിൽ വന്ന് ഫസ്റ്റ് നിയോഗം തന്നെ അപ്പം തന്നെ നിവർത്തിച്ചു. അതിനുശേഷം 22 വർഷമായിട്ട് ആ സ്ഥലം തന്നെ വിൽപ്പനയ്ക്ക് ശ്രമിച്ചിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് ബ്രോക്കേഴ്സ് അതിൻ്റെ പിന്നാലുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. അപ്പോൾ പിന്നെ സൈലൻ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ഥലം നല്ലൊരു വിലയ്ക്ക് തന്നെ ഒരു ബ്രോക്കേഴ്സ് ഒരു ഏജൻസ് കൂടാതെ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് ആവശ്യക്കാരൻ മേടിച്ച് കൊണ്ടുപോയി അത് ഉടൻ തന്നെ നടത്തി. ഒരൊറ്റാഴ്ചയ്ക്കുള്ളിൽ ഒരു കരാറോ ഒന്നും എഴുതിയില്ല. അപ്പോൾ അതിലും നമുക്ക് ഭൗതിക കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പെട്ടെന്ന് കൂടുമല്ലോ. അപ്പോൾ വളരെ ഒരു സന്തോഷം തോന്നി. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പരീക്ഷയിൽ ഭയങ്കര കുറവ് മാർക്കാണ്. അപ്പോൾ ജസ്റ്റ് പാസ്സൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാവാനായിട്ട് സാധിച്ചു. 2018 ഈ പറയുന്നത്. ഇപ്പോൾ 7 വർഷമായല്ലോ. ഇപ്പോൾ മകന് 20 വയസ്സായി. അവനിപ്പോൾ ഒരു ഡിപ്ലോമയ്ക്ക് പഠിക്കണം. പിന്നെ അമ്മയുടെ ഒരു നല്ല മരണത്തിന് വേണ്ടിയിട്ട് ഒരു നിയോഗം വെച്ചിരുന്നു. 86 വയസ്സുള്ള അമ്മ യാതൊരുവിധ അസുഖങ്ങളില്ലാതെ, ഒരു അസുഖം പോലും ഇല്ലാതെ, ഒരു ദിവസം പോലും കെടുക്കാതെ 87 വയസ്സാവാറായി. പെട്ടെന്ന് ഒരു അസ്വസ്ഥതയും കാണിക്കാതെ ആൾ ഒരു ദിവസം രാവിലെ നേരം വെളുത്തൊരു 8 മണിക്ക് ശേഷം ആൾ എല്ലാവരും കാണണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാ മക്കളും വന്നു. മരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അത്രയും ഉണർവായിട്ടിരുന്നിരുന്ന അമ്മയാണ്. പെട്ടെന്ന് എല്ലാ മക്കളും കാണുക നല്ലൊരു മരണം നടന്നു. അപ്പോൾ ഡോക്ടർ പോലും അതിശയിച്ചു പോയി. കാരണം ഒരു ദിവസം പോലും കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയില്ല. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മാതാവേ ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ നോക്കാൻ ആരുമില്ല. കാരണം ജോലിക്ക് പോകുന്നവരും വീട്ടിലാരുമില്ല. ഒരു നഴ്സിനൊന്നും വെക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതെങ്ങനെ അമ്മയെ നോക്കുമെന്നുള്ള വലിയൊരു പേടി ഉണ്ടായിരുന്നു. മാതാവ് എല്ലാ നമ്മുടെ ആവശ്യങ്ങളും എടുക്കുകയാണ്. പിന്നെ സഹോദരങ്ങളൊക്കെ ഇങ്ങോട്ട് ഞാൻ വരുന്നതിൽ ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വഴിയാകലെ, ഞാൻ തൃശ്ശൂർ അമ്മാടത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വഴിയാകലെ കൊച്ചു പിള്ളേരൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ മാതാവിൻ്റെ പള്ളികളൊക്കെ തൃശ്ശൂർ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് പറയുക. പക്ഷേ അവരെല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുത്തുകൊണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവർക്കും വരാനായിട്ട് തോന്നി. അങ്ങനെ 2 സഹോദരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് 1 വർഷമായിട്ട് തടസ്സമായി നിൽക്കുകയാണ്. 1 വർഷത്തെ വരുമാനം ഒറ്റയടിക്ക് അടഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അത് തിരിച്ചു വരികയും 1 വർഷത്തെ വരുമാനം മാതാവ് തിരിച്ചു തരികയുമാണ് ഉണ്ടായത്. ഭയങ്കര സന്തോഷം തോന്നില്ലേ അങ്ങനെയൊക്കെ നമുക്കുണ്ടാവുമ്പോൾ? കാരണം ഞാനൊരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യുന്ന കാര്യം ആത്മാർത്ഥത ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാനൊരു 32 വർഷമായിട്ട് കാറ്റഗിസം അധ്യാപകനാണ്, ഒരു സീനിയറാണ്. പക്ഷേ ബോധ്യങ്ങളിലൂടെ കൊച്ചുമക്കൾക്ക് വിശ്വാസത്തിൻ്റെ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊന്നും ഒരിക്കലും എന്നെ മറക്കാറില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്കൊന്നും അങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്ന ഒരു ആളല്ല. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റീവ് ആയിരിക്കും. ഫെയ്ത്ത് എന്ന് പറയുന്നത് ബോധ്യങ്ങളിലൂടെ കൊടുക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും വലിയ താല്പര്യം ഉണ്ടായിരിക്കും. നമ്മളൊരു ബോധ്യമില്ലാതെ കുറേ പ്രാർത്ഥിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ മനസ്സിന് യാതൊരു ഇറക്കവും അല്ലെങ്കിൽ
ബോധ്യങ്ങളിലൂടെ നീങ്ങുന്നില്ലെങ്കിൽ അത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എല്ലാറ്റിലും ഉപരി വചനം ഭയങ്കര താല്പര്യമായി. കാരണം വചനം ഒരുപാട് ഞങ്ങൾ ഫാമിലി വൈഫ് തന്നെ ഒരുപാട് ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കും. ഒഴിവുള്ള സമയങ്ങളിൽ പിള്ളേരോട് പഠിക്കാനല്ല പറയുക, വചനം എഴുതാൻ പറയും അമ്മ, എൻ്റെ വൈഫ്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം മക്കളിലൊക്കെ വചനത്തിലെടുക്കാനുള്ള കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമുക്കൊരുപാട് പണം ഉണ്ടായാലൊന്നും ഈ സന്തോഷം കിട്ടില്ല. സ്വർഗീയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഈ വചനത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം. അത് ഒരുപാട് ഭൗതിക തലത്തിൽ പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് കിട്ടില്ല. അത് ജ്ഞാനം ഉണ്ടാവണം എന്ന് പറയുന്നത് വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ 9:10 വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ജ്ഞാനത്തെ അയച്ചേരണമേ, അവൾ എന്നോടത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ഇത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. കൃത്യമായിട്ട് നമ്മൾ ഓരോ വചനം വായിക്കുമ്പോൾ അത് എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാതെ വചനത്തോട്, ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വചനത്തോട് ഒത്തിരി താല്പര്യം കൂടുതലാണ്. ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ്. എനിക്കിപ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പോൾ അവർക്ക് 20 വയസ്സ് 13 വയസ്സായി. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വർഗത്തിൽ അവനുണ്ട് എന്നാണ്. 5 വയസ്സിലാണ് പോയത്, ഒരു മോനാണ്. അപ്പോൾ ഒരിക്കലും വീണ്ടും ഒരു കുഞ്ഞിനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് എത്രമാത്രം ഇഷ്ടമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. കാരണം നമ്മൾക്കൊക്കെ ഏജൊക്കെ കടന്നു. എൻ്റെ 50 കഴിഞ്ഞു, പിന്നെ വൈഫിൻ്റെ ഒരു 41 കഴിഞ്ഞ് അങ്ങനെ സമയമാണ്. ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ മോനാണ്, 2.5 വയസ്സായി. ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ വലിയ ഒരു ബലത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഈ കുഞ്ഞ് പ്രഗ്നൻസി തുടക്കം മുതലേ എന്ന് പറഞ്ഞാൽ 41 ക്യാരിയിങ്, എനിക്ക് 54 ഉണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധുക്കളോ ഈവൻ ഡോക്ടേഴ്സ് പോലും ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾക്കൊരു സമീപനം ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും പറയുക എന്താ ഉണ്ടാവുക എന്നുണ്ട്. പക്ഷേ ഓരോ മാസവും വളരെ പക്ക റിസൾട്ടാണ് ഞങ്ങളുടെ സ്കാനിങ്ങിൽ കിട്ടാറ്. അങ്ങനെ 8ാമത്തെ മാസം ഡോക്ടർ പറഞ്ഞു ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർക്ക് ധൈര്യമില്ല. ഡോക്ടർക്ക് ഞങ്ങൾ 9 മാസം പിടിച്ച്, പക്ഷേ 1 മാസം മുമ്പ് അത് ഓപ്പറേറ്റ് ചെയ്തെടുക്കണം. എനിക്ക് ധൈര്യമില്ല, ഇത് 9 മാസം എന്തെങ്കിലും വല്ല റിസ്ക് ഉണ്ടാവുമോ എന്നൊരു പേടിയുണ്ട്, അതുകൊണ്ട് വേഗം എടുക്കണം എന്ന് പറഞ്ഞു. വെയിറ്റൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ മോന് യാതൊരു തരത്തിലുള്ള ഒരു നോർമലായിട്ട് ഇപ്പോൾ സിസേറിയനിലൂടെ 8ാം മാസം എടുത്തു. ഇപ്പോൾ മോന് 2.5 വയസ്സുണ്ട്. മോൻ്റെ പേര് ലിയോ ബസാലേൽ. ഇതൊക്കെയാണ് എനിക്ക് സാക്ഷ്യം. ഏറ്റവും കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ധ്യാനത്തിൽ ഒരു ശുശ്രൂഷയിലൊക്കെ ഉണ്ട്. അതിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് കുടുംബം ഉണ്ടെങ്കിലും വീട്ടിലെ തിരക്കുകളൊക്കെ ഒഴിക്കല്ല, അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് ആഗ്രഹമുള്ളത് എന്തായാലും നമ്മൾ ചെയ്യല്ലോ. താല്പര്യമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ ഒരു താല്പര്യം തീർച്ചയായിട്ടും നമുക്ക് തന്നത് മാതാവാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആഫ്റ്റർ ഉടമ്പടിക്ക് ശേഷം, അതായത് ഉടമ്പടിക്ക് ശേഷമാണ് ഇതൊക്കെ നമ്മളിൽ അറിയാതെ വരുന്ന മാറ്റങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുദാശ കൃത്യമായിട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു ദിവസം പോലും കുർബാന മുടങ്ങാനായിട്ട് തോന്നാറില്ല. മീൻസ് എല്ലാ ആഴ്ചയിലും 1-2 തവണ പോലും കുംസാരിച്ചാലും മതിയാവില്ല. ചിലപ്പോഴൊക്കെ അതിനും കൂടുതലും അവസരങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. കുദാശകൾ അങ്ങനെ താല്പര്യപൂർവ്വം ചെയ്യാറുണ്ട്. അതിന് എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. നമുക്കൊന്നും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം മാതാവ് തരുന്ന ഇൻസ്പിറേഷൻസ് നമ്മൾ എടുക്കണം, അല്ലേ? അതാണ് അതിൻ്റെ ഉത്തരം. അല്ലാതെ നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരും. ഇതിനൊന്നും എല്ലാവർക്കും എല്ലാത്തിനും ഉത്തരം കൊടുത്തുകൊണ്ട് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. ഏറ്റവും മനോഹരമായിട്ടാണ് എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയും നടന്നത്. ഞങ്ങൾക്ക് ലേറ്റായിട്ടുണ്ടായിരുന്ന കുഞ്ഞ്. അപ്പം നമ്മുടെയൊക്കെ ധാരണകളെയൊക്കെ അതിലംഘിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിൽ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥം നമുക്ക് കിട്ടുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ്. താങ്ക് യു. ഓക്കെ. സങ്കീർത്തനങ്ങൾ 59:16. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. ബാബു എന്ന ഈ സഹോദരൻ തൻ്റെ കുടുംബത്തിന് ലഭിച്ച വിവിധ ദൈവാനുഭവങ്ങളെ, ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ
അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തത് 22 വർഷമായി വിൽക്കുവാൻ പറ്റാതിരുന്ന പുരയിടം വിൽക്കുവാനായിട്ട് അമ്മ മാതാവ് വഴി വീട്ടിലോട്ട് വന്ന് തിരക്കി നല്ല വിലയിൽ സ്ഥലം വിൽക്കുവാനുള്ള അവസരം ലഭിച്ചതിനെ സഹോദരൻ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കടമുറി കൊടുത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ഏറെ ക്ലേശം ഉള്ളിൽ അനുഭവിക്കുമ്പോഴും അമ്മയുടെ കരങ്ങളിൽ അത് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാൻ വന്ന ദിവസം തന്നെ ഇങ്ങോട്ട് വിളിച്ച് ആ കടമുറി ഒഴിയുന്നു, അത് ഏറ്റെടുത്തു കൊള്ളുക എന്ന് പറഞ്ഞ് അമ്മ മാതാവിൻ്റെ സഹായത്താൽ ലഭിച്ച അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് രണ്ടും ചേർത്താണ് ആദ്യം സഹോദരൻ പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി നമുക്ക് എപ്പോഴും ഇൻസെൻറ്റീവ്സ് നൽകാറുണ്ട്. നമ്മൾ അമ്മയുടെ അരികിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഒരു നിയോഗത്തെ അപ്പോൾ തന്നെ നമുക്ക് അനുവദിച്ചു തരും. ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ ചുവടുവയ്പ് അറിയുന്നു, നിങ്ങളുടെ ആഗ്രഹത്തെ ഞാൻ തിരിച്ചറിയുന്നു, എന്നിലേക്ക് അടുത്തു വരിക, കൂടുതൽ അനുഗ്രഹിക്കുമെന്നതിന് അമ്മ നമുക്ക് നൽകുന്ന ആദ്യത്തെ അടയാളമാണ് എപ്പോഴും ഇൻസെൻറ്റീവ്സ്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഉടമ്പടി ജീവിതം എടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുവദിച്ച് ലഭിക്കുന്നുവെങ്കിൽ ഓർക്കണമേ, നമ്മൾ അമ്മയുടെ കണ്ണുകൾക്കുള്ളിലായി. അമ്മ നമ്മളെ കണ്ടു തുടങ്ങി. ഇനി അമ്മയോടൊത്ത് സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ വലിയ കാര്യങ്ങൾ നമുക്ക് നിവർത്തിച്ചു കൊണ്ടിരിക്കും. സഹോദരന് ലഭിച്ചത് ആദ്യത്തെ ഇൻസെൻറ്റീവ് രണ്ടും വലിയ കാര്യങ്ങളാണ്. 22 വർഷം പഴക്കമുള്ളൊരു സ്ഥലവിൽപ്പന, ഏറെ വർഷങ്ങളായി കട ഒഴിയാതെ അതിൻ്റെ വിഷമമുള്ളിലുണ്ടെങ്കിലും തർക്കത്തിനോ കോലാഹലത്തിനോ പോകാതെ അത് അമ്മ മാതാവ് ഒരു തീരുമാനമെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഈ നടയിൽ വന്ന് അമ്മയോട് പറയുമ്പോൾ അത് അനുവദിച്ചുവെന്ന് മകന് ലഭിക്കുന്ന അനുവാദം, അല്ലെങ്കിൽ കട ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം. മറ്റൊന്നൊരു കുഞ്ഞ് ചെറുപ്പത്തിൽ 5 വയസ്സുള്ളപ്പോൾ മരിച്ചു പോകുന്നു. അതിൻ്റെ ഉള്ളിലൊരു സങ്കടമുണ്ട്. ദൈവസന്നിധിയിൽ അതിന് ഇടമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ 54-ാമത്തെ വയസ്സിൽ സഹോദരന് മറ്റൊരു കുഞ്ഞിനെ അമ്മ മാതാവ് നൽകുന്നതിൻ്റെ സന്തോഷമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അത് കേട്ടവരെല്ലാം ആ കുഞ്ഞിനെ ഉദരത്തിലായിരുന്ന നാളുകളിൽ അത് എപ്പോഴും അപകടകരമാണ്, ഈ ഇത്രയും വൈകിയൊരു പ്രഗ്നൻസി പാടില്ല, 11 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രഗ്നൻസി അത് കുഞ്ഞിന് വളരെ ദോഷമുള്ളതാണെന്നൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഡോക്ടർ പോലും എപ്പോഴും ആശങ്കയോടുകൂടിയാണ് ആ പ്രഗ്നൻസിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉടമ്പടിയിലുണ്ടായിരുന്ന ഈ അപ്പച്ചനും അമ്മച്ചിക്കും 2 പേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഉറപ്പുണ്ട്, ഇത് അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് അനുവദിച്ചു തരുന്നതാണെങ്കിൽ അത് ആരോഗ്യത്തോടെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുമെന്ന്. അതാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ ഞങ്ങളുടെ വൈകിയ പ്രായത്തിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകി, അനുഗ്രഹത്തോടെ ഞങ്ങളത് സ്വീകരിച്ചു. ആ കുഞ്ഞിനെ പ്രതി ഞങ്ങളിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നുവെന്ന. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയം എന്തുമാവട്ടെ, എത്ര നാൾ പഴകിയതാവട്ടെ, എത്ര കണ്ട് സാധിക്കില്ലെന്ന് നിരന്തരം നമ്മളോട് നമ്മൾ തന്നെയോ മറ്റുള്ളവരോ പറയുന്നതാവട്ടെ, അമ്മയിൽ ശരണപ്പെട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാണോ? ഒരു വിശേഷബുദ്ധിയായി സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരു ജീവിതം നയിക്കുവാൻ തയ്യാറാണെങ്കിൽ എന്തും അനുവദിച്ചു തരുവാൻ അമ്മ മാതാവ് നമുക്ക് കൂടെ നിൽക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം പങ്കുവയ്ക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാവിധ അനുഗ്രഹങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ നന്ദിയോടെ സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.